ഹായ്, ഡോക്ടർ സൂര്യാസ് ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മൈഗ്രെയിൻ ഹെഡേക്ക്, വെസ്റ്റിബുലാർ ഹെഡേക്ക് അല്ലെങ്കിൽ കൊടിഞ്ഞി, ചെന്നിക്കുത്ത് എന്നൊക്കെ പറയുന്ന തലവേദനയെക്കുറിച്ച് സംസാരിക്കാം. നമുക്കെല്ലാവർക്കും തലവേദന ഉണ്ടാകാറുണ്ട്. തലവേദന കുറച്ച് നമുക്ക് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ തലവേദന മാറുന്നതുമാണ്. പക്ഷേ അങ്ങനെയല്ല, ഈ മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത് ഒരു അതിശക്തമായ തലവേദനയാണ്. നമ്മുടെ ബ്രെയിനകത്തിലെ രക്തക്കുഴലുകളുടെ സങ്കോച വികാസം മൂലം ബ്രെയിനകത്തിലെ പ്രഷർ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ തലവേദന നമുക്ക് അനുഭവപ്പെടുന്നത് ഈ മൈഗ്രെയിനിൽ. ഈ മൈഗ്രെയിനിൽ ഒരു 4 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ പ്രീ മോണിറ്ററി സ്റ്റേജ് എന്ന് പറയും, അതായത് സൂചനാ ഘട്ടം. അപ്പോൾ ഇത് പേഷ്യൻറ്റിന് മനസ്സിലാവും, എനിക്ക് മൈഗ്രെയിൻ വരാൻ പോകുന്നു, ഉടനെ തന്നെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാകും എന്നുള്ളത് പേഷ്യൻറ്റിന് മനസ്സിലാവുന്നതാണ്. അതായത് അവർ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഒരു ഡിപ്രഷൻ പോലെ അവർക്ക് കാണും, അവർക്കൊന്നും ചെയ്യാൻ മേലാത്തൊരു അവസ്ഥ, ഒരു എനർജി ഇല്ലാതെ. അതാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. ഈ ഘട്ടം കഴിയുമ്പോൾ അവർ ഒരു ഓറ സ്റ്റേജിലേക്ക് പോകും. ഓറ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ വിഷ്വലായിട്ടും അതുപോലെ തന്നെ സെൻസറി ആയിട്ടും അവർക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നു. അവർക്ക് അതിശക്തമായ സൗണ്ടുകൾ കേൾക്കാൻ പറ്റത്തില്ല, അതുപോലെ ലൈറ്റ് കാണുന്നത് ഇഷ്ടമല്ല, നമ്മളൊന്ന് സംസാരിക്കുന്നത് പോലും ചിലപ്പം അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. ആ ഒരു സ്റ്റേജാണ് ഓറ സ്റ്റേജ്. ഓറ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവർക്ക് നല്ലൊരു ഹെഡേക്ക് വന്നിട്ടുണ്ടാവും. ഹെഡേക്ക് ആ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോഴും ഉണ്ടാവുന്നതാണ് പോസ്റ്റ് ട്രോം സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് അവർ എഴുന്നേൽക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കും അവർക്ക് ഭയങ്കര തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുന്നതാണ്. ഈ തളർച്ചയും ക്ഷീണവും ചിലർക്ക് ചിലപ്പോൾ 2 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ തലവേദനയുടെ ഒരു രീതി. ഈ തലവേദന ഉണ്ടാകുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ നമ്മൾ ട്രിഗർ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ട്രിഗർ ഫാക്ടേഴ്സ് പലർക്കും പലതായിരിക്കും. ചിലർക്ക് വെയിൽ കൊള്ളുന്നതാവും, ചിലർക്ക് വിശന്നിരിക്കുന്നത് കൊണ്ടാകാം, കൂടുതൽ സമയം TV കാണുന്നത് കൊണ്ടാകാം, ചിലർക്ക് ഒരുപാട് ടെൻഷൻ അടിച്ചതുകൊണ്ട്, സ്ട്രെസ് ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പലർക്കും പലതാകും ഈ ട്രിഗർ ഫാക്ടേഴ്സ്. കൂടുതലും ഈ ഹോർമോണൽ ഇംബാലൻസും ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്, പുരുഷന്മാരെക്കാട്ടിലും അപേക്ഷിച്ചും. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൈഗ്രെയിനിൽ. ഇനിയും നമ്മളൊരു 40-45 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ഈ മൈഗ്രെയിന് തനിയെ തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്, പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും. പിന്നെ ഇവരുടെ ജീവിത രീതി, ഒരു ചിട്ടയായ ജീവിത രീതി നയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അവർ എക്സർസൈസ് ചെയ്യുക, കഴുത്തിൻ്റെ എക്സർസൈസ്, അതായത് സ്ട്രെച്ചനിങ് എക്സർസൈസുകൾ കഴുത്തിൻ്റെ ഇവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ മൈഗ്രെയിന് ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ ട്രിഗർ ഫാക്ടേഴ്സ് ഏതാണെന്ന് അവർ സ്വയം കണ്ടുപിടിച്ച് അതിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരുപാട് നേരം വിശന്നിരിക്കാതെയും അതുപോലെ തന്നെ ഉറക്കളയ്ക്കാതെയും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ മൈഗ്രെയിന് നമുക്ക് ഹോമിയോപ്പതിയിൽ മെഡിസിൻ ഉണ്ട്. അതൊരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഈ മൈഗ്രെയിന് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ ഭേദമാക്കാൻ പറ്റും. പക്ഷേ പേഷ്യൻറ്റിൻ്റെയും കൂടെ ഒരു സഹകരണം നല്ല രീതിയിൽ ഉണ്ടാകണം. അപ്പം ചിട്ടയായ ഒരു ജീവിത രീതി നയിച്ച് അവർ പോവുകയാണെങ്കിൽ ഈ മൈഗ്രെയിൻ ഹെഡേക്ക് ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.